അഹമ്മദിയ മൂവ്മെൻറ്റിനെ കുറിച്ച് ധാരാളം പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ വന്ന് ചോദിക്കുകയാണ്, അഹമ്മദിയ മൂവ്മെൻറ്റ് എന്താണ്? ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ആ ഒരു പ്രസ്ഥാനത്തെ ഒന്ന് പരിചയപ്പെടുത്തണം. അഹമ്മദിയ ജമാഅത്ത് എന്ന് പറയുന്നത് 1840 ജനിച്ച് 1889 വരെ ഇസ്ലാമിക ഗ്രന്ഥരചന, പ്രഭാഷണം, തർക്കവിതർക്കങ്ങൾ, സംവാദങ്ങൾ ഒക്കെ നടത്തി വന്നിരുന്ന പഞ്ചാബ് സ്വദേശി, പഞ്ചാബിലെ ബട്ടാല താലൂക്ക്, ഗുരുദാസ്പൂറാണ് ഡിസ്ട്രിക്ട്. കാദിയാൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ജനിച്ച മിർസ ഗുലാം അഹമ്മദ് കാദിയാനി 1889 അഹമ്മദിയ ജമാഅത്ത് സ്ഥാപിക്കുകയും അങ്ങനെ അടുത്ത വർഷം അദ്ദേഹത്തിൻ്റെ വാദം പ്രഖ്യാപിക്കുന്നത് ഈസാ അലൈഹി ഇസ്ലാമിന് പകരം വന്ന ആൾ, ഈസാ അലൈഹി ഇസ്ലാം മരിച്ചുപോയി, അദ്ദേഹത്തിന് പകരം വന്ന ആളാണെന്ന്. 1900 ആയപ്പോൾ അദ്ദേഹം പ്രവാചകത്വം വാദിക്കുകയും അതിനുശേഷം 1908 മരിക്കുന്നവരെ അദ്ദേഹം പ്രവാചകനായി തൻ്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അത് 1902 തന്നെ കേരളത്തിൽ അതിൻ്റെ വിത്ത് വീണു എന്നുള്ളതാണ്. കണ്ണൂർ സ്വദേശിയായുള്ള ഒരു അബ്ദുൽ ഖാദർ കുട്ടി സാഹിബ്, അദ്ദേഹം റങ്കൂണിൽ അരി വ്യാപാരം ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹമാണ് ആദ്യം അവിടെ നിന്ന് കാദിയാനിസം സ്വീകരിച്ചിട്ട് കേരളത്തിൽ വന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ അഹമ്മദിയത്തിലാക്കുന്നത്. അത് കൊടിയത്തൂരിലെത്തിയത് അതൊരു വിചിത്രമായ, ഒരു രസകരമായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. മംഗലശ്ശേരി അബൂബക്കർ എന്നൊരാൾ, നമ്മൾ അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ ഒക്കെ അനുജന്, 1937 അദ്ദേഹം വീട് പിണങ്ങിയിട്ട് നാട് വിട്ടുപോയി. അന്നൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ അയാൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന്, അപ്പോൾ ടിക്കറ്റ് എടുക്കാതെ മൂപ്പര് വണ്ടി കയറുന്നത്. ആദ്യം വന്ന വണ്ടി കയറി, അത് വടക്കോട്ടായിരുന്നു. അങ്ങനെ രാത്രി 10 മണി 11 മണിയൊക്കെ ആയപ്പോഴാണ് ആ വണ്ടി പഴയങ്ങാടി സ്റ്റേഷനിലെത്തുന്നത്. അപ്പോൾ അവിടുന്ന് സ്ക്വാഡ് കയറിയിട്ട് എങ്ങനെയോ അദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് മൂപ്പര് അവിടെ ഇറക്കി വിട്ടു. ഒരു ഫൈൻ കെട്ടാനുള്ള പൈസ ഒന്നും അയാളെടുത്തില്ല. അപ്പോൾ അയാൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി അയാൾ പോയിട്ട്, ഇപ്പോൾ രാത്രിയാണ്, എവിടെ ഒന്ന് കയറി കിടക്കണമല്ലോ. അപ്പോൾ ഒരു ചെറിയ വെളിച്ചം കണ്ട്, അപ്പോൾ പള്ളികളുടെയൊക്കെ മുമ്പിൽ ചെറിയ പാനൂസ് എന്ന് പറഞ്ഞ സാധനം കത്തിച്ചു. അപ്പോൾ അത് പള്ളിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ കയറി കിടന്നു. അങ്ങനെ സുബൈക്ക് 2-3 പേര് വന്ന് അദ്ദേഹത്തെ വിളിച്ചുണർത്തി. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ ഇവിടെ ട്രെയിൻ ഇറങ്ങി വന്നാണ്, ഇവിടെ ചെറിയ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ മൂപ്പരിങ്ങനെ രാവിലെ എഴുന്നേറ്റ് നോതു എടുക്കാൻ ചെന്നപ്പോൾ ആ പള്ളിയുടെ മുന്നിൽ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്കൊരു സംശയം, പള്ളി പൊതുവെ ഫോട്ടോ വെക്കാറില്ലല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞു, ഇത് കാദിയാനിയുള്ള പള്ളിയാണ്, നിങ്ങൾ സുന്നി പള്ളിയിൽ പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് തോന്നി, എന്താ കാദിയാനി എവിടെ സ്ഥലം? പഴയങ്ങാടി കണ്ണൂർ. അങ്ങനെ അവിടുന്ന് മൂപ്പര് ഇവരെ കൂടെ തന്നെ നമസ്കരിച്ചു. അപ്പോൾ അയാൾക്ക് ഇഷ്ടമായി. കാരണം വെച്ചാൽ ഇവരുടെ, അതായത് സാധാരണ പള്ളിയിൽ കുനൂത്തുണ്ടാവുമല്ലോ സുബൈക്ക്. അപ്പോൾ കുനൂത്ത് ഓതാതെ ഇരുന്നപ്പോൾ ഇതേതായാലും ഒരു പുരോഗമന ആശയക്കാരുടെ പള്ളിയാണല്ലോ. പിന്നെ ഇയാൾ ചോദിച്ചു ഇങ്ങനെ, അപ്പോൾ കാദിയാനിയാണ് എന്താണ്? ഇനി ഇയാൾക്ക് അതിലെന്തോ ഒരു താല്പര്യം തോന്നി. ഇവർ വീട്ടിലൊക്കെ കൊണ്ടുപോയി സൽക്കരിച്ച്, അങ്ങനെ ആ സംഭവം നടക്കുന്നത് ഒരു ഡിസംബറിന് ആയിരിക്കും, അതിന് മുമ്പായിരിക്കും. അതായത് ഡിസംബറിലെ സമ്മേളനത്തിന് ഇവർ പോകുമ്പോൾ ഇയാളെയും കൊണ്ടുപോയി. അങ്ങനെ അന്ന് അവിടെ ഖലീഫയുടെ പ്രസംഗവും ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇയാളൊരു എല്ലാം വളരെ താല്പര്യത്തോടു കൂടി കണ്ടും അവരുടെ സ്വീകരണം, അവരുടെ നല്ല രീതിയിൽ അതിൽ പെരുമാറുന്നുണ്ട്. കാരണം പുതിയൊരാളല്ലേ. അങ്ങനെ അയാൾ തിരിച്ചു പോരാതെ അവിടെ കൂടിയിട്ട് ബയ്യത്ത് ചെയ്ത് അവിടെ നിന്നാണ് അദ്ദേഹം കാദിയാനിസം പഠിക്കുന്നത്. പഠിച്ചിട്ട് അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിച്ചു പോകുന്നതിന് പകരം അദ്ദേഹത്തോട് ഖലീഫ നിർദ്ദേശിച്ചത്രേ കൊടിയത്തൂരിലേക്ക് പോകണം, സ്വന്തം നാട്ടിലേക്ക്. അങ്ങനെ നാട്ടിൽ വന്ന് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ജ്യേഷ്ഠനാദ്യമായിട്ട് അഹമ്മദിയത്തിലേക്ക് 1937 സംഭവം. അങ്ങനെ അദ്ദേഹം കുടുംബവും
കുടുംബത്തിലെ മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അങ്ങനെ മംഗലശ്ശേരി അമ്മൂട്ടി സാഹിബും ഇയാളുമാണ് ആദ്യത്തെ അഹമ്മദികൾ. അബൂബക്കർ സാഹിബ് പിന്നെ തിരിച്ചു പോയി ഖാദിയാനിൽ തന്നെ പോയി മരിക്കുകയായിരുന്നു. അമ്മൂട്ടി സാഹിബിനാണെങ്കിൽ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് കൊടിയത്തൂരിൽ ഒറ്റയ്ക്ക് ഖാദിയാനിയായി ജീവിക്കുക പറഞ്ഞാൽ വലിയ പ്രയാസമാണല്ലോ. അപ്പോൾ തന്നെ എന്ത് ചെയ്ത് ഇവിടെ കുറച്ച് പിന്നെ ഉമറാക്കളും ഉലമാക്കളും ഒക്കെ ചേർന്ന്, മുക്കത്താണ് ഉമറാക്കൾ എന്ന് പറഞ്ഞ മുതലാളിമാർ, അവരും ഒക്കെ കൂടിയിട്ട് ഖാദിയാനികളെ പിന്നെ ഈ കുടുംബത്തിനെ ഊരുവിലൊക്കെ ഏർപ്പെടുത്തി. അത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയായിട്ട് പിൽക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തെ പെട്ടെന്ന് ബഹിഷ്കരിക്കുകയത്. അയാളുടെ മക്കൾ എന്നോട് പറഞ്ഞൊരു സംഗതിയുണ്ട്, ഈ മുക്കം ചന്തയിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും വാങ്ങുക. ചന്ത ആയതുകൊണ്ട് അവിടെ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയില്ല. കൊടിയത്തൂരിൽ നിന്നൊന്നും ഒന്നും കിട്ടില്ല. ആ ചന്തയിൽ നിന്ന് വാങ്ങിയ സാധനം ഒരാഴ്ച തികയാൻ മാത്രം വാങ്ങാൻ കഴിയില്ല. അങ്ങനെ അവസാന ദിവസങ്ങളിൽ മിക്കവാറും നല്ല പട്ടിണിയായിരിക്കും. പിന്നീട് ഒരു ആശയ സംവാദങ്ങളിലേക്ക് അത് വളരുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് അബ്ദുൽ അസീസ് മൗലവിയുടെയും അബുൽ ഖൈർ മൗലവിയുടെയും ഒക്കെ ഒരു ഇടപെടലോടുകൂടി ആ ഒരു ഘട്ടം യഥാർത്ഥത്തിൽ കൊടിയത്തൂരിൽ ആശയപരമായ ഒരു സംവാദത്തിലേക്ക് അത് വരുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നീട് അദ്ദേഹം നമ്മുടെ ഈ അഹമ്മദ് സാഹിബ് വീണ്ടും പിന്നെ ഒരു നോട്ടീസ് ഇറക്കിയിട്ട് ഞാൻ അഹമ്മദിയത്ത് വിട്ടു എന്നും പറഞ്ഞിട്ട് നോട്ടീസ് ഇറക്കിയിട്ട് നമ്മുടെ പള്ളി വരാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇതിനെ ആശയപരമായി നേരിട്ടത് യഥാർത്ഥത്തിൽ KC അബ്ദുള്ള മൗലവിയാണ്. കൊടിയത്തൂർ ഖാദി അബ്ദുൽ അസീസ് മൗലവി, ഇവർ രണ്ടുപേരും ചേർന്നാണ്. അവർ രണ്ടുപേരും അളിയന്മാരാണല്ലോ. ഇവർ ചേർന്നുകൊണ്ടാണ് ഖാദിയാനിസത്ത് നേരിട്ടത്. KC അബ്ദുള്ള മൗലവിൻ്റെ ഞാൻ പിന്നെ എൻ്റെ ഒരു പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എൻ്റെ ആദ്യത്തെ പുസ്തകം IPH ഇറക്കിയ പുസ്തകം അദ്ദേഹത്തെ മുഴുവൻ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ സംഗതി അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് യാദൃശ്ചികമായി കിട്ടി, പഴയ ലഘുലേഖകൾ. അതിൽ 1949 മുതൽ 59-60 കാലഘട്ടത്തിൽ വരെ കൊടിയത്തൂരിലും കോഴിക്കോട് കാര്യമായിട്ട് കുറ്റിച്ചിറ ഗണ്ണി സ്റ്റേറ്റിലാണ് അവരുടെ പള്ളിയുള്ളത്. കുറ്റിച്ചിറയുടെ ഭാഗങ്ങളിലാണ് ഇദ്ദേഹം ഈ പ്രഭാഷണങ്ങൾ നടത്തുന്നത്. KC അബ്ദുള്ള മൗലവി ജമാഅത്തെ ഇസ്ലാമിയുടെ അന്ന് അമീറെല്ലാം തോന്നുന്നുണ്ട്, പിൽക്കാലത്ത് അമീറായി. മാത്രമല്ല കൊടിയത്തൂർ ചേന്നമംഗലൂരാണ് അദ്ദേഹം, എങ്കിലും കൊടിയത്തൂരാണ് അദ്ദേഹത്തിൻ്റെ നാട്. ഏതായാലും കൊടിയത്തൂരുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിൽക്കാലത്ത് അമീറായ ഒരാൾ കൂടിയാണ്, നല്ല പണ്ഡിതൻ കൂടിയായിരുന്നു. അതുപോലെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിൽക്കാലം ഞാൻ അദ്ദേഹത്തെ സമീപിക്കുന്നത് 86-ലാണ് ഈ വിഷയമായിട്ട്. അന്ന് അദ്ദേഹം ഈ കാര്യം മറന്നുപോയി. പിന്നെ എനിക്ക് പുസ്തകം കിട്ടിയപ്പോൾ ഞാൻ അതുമായിട്ട് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം അതിങ്ങനെ വായിച്ചു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇവർ. കാരണം കത്തുകൾ, മറുപടികൾ, അതായത് സംവാദത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കം നൽകുള്ള കുറേ കത്തുകൾ, അതൊക്കെയാണ് അതിൽ പറയുന്നത്. അത് ഖാദിയാനികളുടെ ഭാഗത്തു നിന്നുള്ളതും മുസ്ലിങ്ങൾ സംഘാടകരായിട്ടുള്ള അവർ പ്രസിദ്ധീകരിച്ചതുമായുള്ളതൊക്കെ അതൊക്കെ എൻ്റെ അടുത്ത് പണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സജീവ ചർച്ചയായിരുന്നു. ഞാൻ പറഞ്ഞ ആ ദശകം അന്ന് സജീവ ചർച്ചയായിരുന്നു. അത് അല്ല 49 മുതൽ 59-60 വരെയാണ്. കാരണം അന്ന് കൊടിയത്തൂർ പള്ളിയിൽ വെച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു. ഖാദിയാനികളുടെ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ HC അബ്ദുള്ള മൗലവി, മറുഭാഗത്ത് ഇവർ നേതൃത്വം നൽകുന്നത് ഈ രണ്ടുപേരാണെങ്കിലും അബ്ദുൽ അസീസ് മൗലവിയും ഒരു നവോത്ഥാന ചിന്തയുള്ള ഒരു പണ്ഡിതനാണ്, വളരെ പ്രമുഖനായ പണ്ഡിതനായിരുന്നു, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ KC അബ്ദുള്ള മൗലവിയും അദ്ദേഹത്തിൻ്റെ അളിയനാണ്, പണ്ഡിതനാണ്, അദ്ദേഹമുണ്ട്. പിന്നെ ഇത്തരം ആളുകളുടെ, അതായത് പണ്ഡിതന്മാരുടെ ഒരു നിര സ്വാഭാവികമായിട്ടും കൊടിയത്തൂരിൽ ഈ ഒരു ഘട്ടമാകുമ്പോൾ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, കൊടിയത്തൂരിൽ വന്നവരല്ല ഞാൻ പറയുന്നത്, അവരുടെ സൗഹൃദത്തിൻ്റെ ആ ഒരു വിശാലമായ ഒരു ഭാഗമുണ്ട്. അത് വെച്ചാൽ എടവണ്ണ അലവി മൗലവി മുജാഹിദിൻ്റെ നേതാവാണ്. വാണിയമ്പലത്തെ ഒരു അബ്ദുറഹിമാൻ മുസ്ലിയാരുണ്ട്. അതുപോലെ നമ്മൾ മുന്നൂറുള്ള കക്കൂല് മുദ്രസ്ഥായിരുന്ന ഒരു അമ്മൂട്ടി മുസ്ലിയാർ, അവരൊക്കെ ചേർന്നുകൊണ്ട് കൊടിയത്തൂർ പള്ളിയിൽ വെച്ച് ഈ HC അബ്ദുള്ള മൗലവി, പിന്നെ അബുലോഫ മൗലവി, അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഒരുപാട് കാലം ചർച്ച നടത്തിയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യങ്ങൾ. ആ ചർച്ചകളുടെ ഒക്കെ ഒരു അതിൻ്റെ നേതൃത്വപരമായിട്ട് അത് നയിച്ചിരുന്നത് KC അബ്ദുള്ള മൗലവിയാണ്.
കെ സി അബ്ദുൽ മൗലവിയെ ഞാൻ പിന്നെ ചെന്ന് കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ഓർമ്മകൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഈസാ അലൈഹി സ്വലാമായിട്ട് ബന്ധപ്പെട്ട അതാണല്ലോ ഇവരുടെ ഒരു വിശ്വാസം. പിന്നെ നമുക്ക് പറയാം, ഈസാ അലൈഹി സ്വലാം മരിച്ചുപോയി എന്ന് ഇദ്ദേഹം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി കുറേ ഖുർആൻ ആയത്തുകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുമ്പോൾ അതിന് മറുപടി എഴുതിയിട്ടുണ്ട്. മൗലാന ഇബ്രാഹിം സിയാൽക്കോട്ടി എന്ന് പറഞ്ഞ ആൾ, ഷഹാദത്തുൽ ഖുർആൻ എന്നാണ് എൻ്റെ പേര്. ആ പുസ്തകത്തിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഷെൽഫൊക്കെ തിരഞ്ഞു, കിട്ടിയില്ല. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ തിരഞ്ഞു വെക്കാം, അടുത്ത് വരുമ്പോൾ ഞാൻ കാണാം. പിന്നെ ചെന്നപ്പോൾ എന്നോട് പറയുന്നത് ഇടവണ്ണ പോയാൽ കിട്ടും, അലൈമലവി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ഉറുദു ഭാഷയിലുള്ള ഒരു പുസ്തകമാണ്. അങ്ങനെ അവിടെ പോയിട്ട് അത് കിട്ടി. ഷഹാദത്തുൽ ഖുർആൻ എന്നാണ് അവരുടെ മക്കളിൽ നിന്ന് അത് കിട്ടി. പിന്നെ അബ്ദുസ്സലാം സുല്ലമി ഇടവണ്ണയാണ് അത് നമുക്ക് തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ കാലത്ത് അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നു.